നമസ്കാരം, മാനിഫെസ്റ്റിംഗ് നോളജിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത് കമ്പനി ബോർഡ് LGSൻ്റെ പ്രീവിയസ് ഇയർ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതേപോലെ തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കുറേയൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ പാറ്റേൺസ് ആയിട്ട് മാത്സ് ഒക്കെ വരലുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങളിത് പഠിച്ചു വെക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാവരും വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. 4, 5, 6 എന്നീ 3 സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ അല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പം നമ്മൾ എന്താ കാണേണ്ടത്? ഇവിടെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ് കാണേണ്ടത്. LCM ആണ് കാണേണ്ടത്. അപ്പോൾ LCM എങ്ങനെ കാണും? LCM കാണാൻ വേണ്ടി ഞാൻ താഴേക്ക് ഇറക്കി എഴുതി 4, 5, 6. കോമൺ ആയിട്ട് 4ഉം 6ഉം ഏത് കൊണ്ട് പോവും? 2 കൊണ്ട് പോവുമല്ലോ. അപ്പോൾ 2s are 4 ആണ്. 5 അതേപോലെ തന്നെ ഇറക്കി എഴുതി. 2 3s are 6 ആണ്. ഇനി കോമൺ ആയിട്ട് പോവോ? 2ഉം 5ഉം 3ഉം ഇല്ല. അപ്പോൾ എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും നമ്മുടെ LCM. നോക്കുക, 2 × 2 × 5 × 3 ഇങ്ങനെ നോക്കിയേ. ഒരു ഇതിൽ ഇൻറ്റു ചെയ്യാൻ വേണ്ടിയിട്ട് 2ഉം 5ഉം വന്നിട്ടുണ്ടെങ്കിൽ 2ഉം 5ൻ്റെ എത്ര പെയറാണോ വരുന്നത് ബാക്കി എല്ലാവരും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത്രയും പെയറിനുള്ള 0 ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ 2 × 3 ഞാൻ ചെയ്യുന്നു, 6 എന്ന് കിട്ടുന്നു. ഇപ്പോൾ 2ൻ്റെ 5ൻ്റെ ഒരു പെയറല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു 0 ഇട്ട് കൊടുത്തു. അപ്പോൾ 60 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ D ആണ്. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. 1/2 + 1/3 - 1/4 ആണ്. ഞാനിവിടെ താഴേക്ക് എഴുതുന്നുണ്ട്. 1/2 + 1/3 - 1/4 എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ പ്ലസ് ആയിക്കോട്ടെ മൈനസ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, നമ്മൾ ഡിനോമിനേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? താഴെയുള്ളതിൻ്റെ എന്ത് കാണണം? LCM കാണണം, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ കാണണം. അപ്പോൾ എങ്ങനെ കാണും? 2, 3, 4 എന്ന് ഞാനിവിടെ എഴുതി. എന്നിട്ട് 2ഉം 4ഉം കോമൺ ആയിട്ട് എന്തിൽ പോവും? 2ൻ്റെ പട്ടികയിൽ പോവില്ലേ. അപ്പോൾ 2 കൊണ്ട് അതിനെ ഫാക്ടറൈസ് ചെയ്തു. 1, 3, 2 എന്ന് പറഞ്ഞു കിട്ടി. ഇനി 1, 3, 2 കോമൺ ആയിട്ട് പോകുമോ? ഇല്ല. അപ്പോൾ 2 × 3 × 2 എന്ന് പറഞ്ഞിട്ട് ചെയ്യും. 1 ചെയ്താലും ഇല്ലെങ്കിലൊക്കെ കണക്ക് തന്നെയാണ്. 2 × 3 × 2 എത്ര കിട്ടും? 12 എന്ന് കിട്ടും. നമുക്ക് LCM 12 എന്ന് കിട്ടും. 12 ആണോ നമ്മുടെ ആൻസർ? അല്ല, അത് LCM ആണ് കണ്ടുപിടിച്ചതല്ലേ. എനിക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ബാക്കിയുള്ളതൊക്കെ ഇറേസ് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് നോക്കാം. LCM നമുക്ക് എത്ര പറഞ്ഞു കിട്ടി? 12 എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഇനി 1/2 + 1/3 - 1/4 എന്ന് പറയുന്ന സാധനത്തിന് ഞാൻ ബേസൊക്കെ സെയിം ആക്കാൻ പോവുകയാണ്. അതെങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. ബേസ് സെയിം ആക്കണമെങ്കിൽ എന്താണ്? LCM ആക്കണമല്ലോ എല്ലാത്തിൻ്റെയും. അപ്പോൾ 2ൻ്റെ കൂടെ എത്ര ഗുണിച്ചാലാണ് 12 ആവുന്നത്? 6 ഗുണിക്കണം. അപ്പോൾ താഴെ 6 ഗുണിച്ചിട്ടുണ്ടെങ്കിൽ മുകളിലും 6 ഗുണിക്കണം. 3ൻ്റെ കൂടെ 12 ആക്കണമെങ്കിൽ 4 ഗുണിക്കണം. താഴെ ചെയ്താൽ മുകളിലും അത് തന്നെ ചെയ്യണം. ഇനി 4 12 ആവാൻ വേണ്ടി എന്ത് ചെയ്യണം? × 3 ചെയ്യണം. താഴെ ചെയ്തിട്ടുണ്ടെങ്കിൽ മുകളിലും അതേപോലെ തന്നെ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇത് സോൾവ് ചെയ്തിട്ടുമ്പോൾ എത്ര കിട്ടും? പ്ലസും മൈനസും അതേപോലെ തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇനി 1 × 6 6 ആണ്. അപ്പോൾ 2 × 6 12 ആണ്. അപ്പോൾ 6/12. ഇനി 1 × 4 4 ആണ്. 3 × 4 എത്രയാണ്? 12 ആണ്. ഇനി മൈനസ് 1 × 3 എത്രയാണ്? 3 ആണ്. 3/12 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇതാണ് നമുക്ക് സോൾവ് ചെയ്യാനുള്ളത്. ഇനി എല്ലാവരും 12 അല്ലേ, ബേസ് എല്ലാവരും സെയിം ആണ്, ഡിനോമിനേറ്റർ എല്ലാവരും സെയിം ആണ്. അപ്പോൾ 6 + 4 - 3/12 എന്ന് നമുക്ക് എഴുതാൻ പറ്റൂലേ? എഴുതാൻ പറ്റും. ബേസ് എല്ലാം സെയിം ആക്കി. ഇനി 6 + 4 എത്രയാണ്? 10 ആണ്. 10 - 3 എത്രയാണ്? 10 - 3/12 എന്ന് എഴുതി. 10 - 3 എത്രയാണ്? 7 ആണ്. 7/12 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൻസർ കിട്ടി. ഓപ്ഷൻ B ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. √16 + 4² = K ആണെങ്കിൽ Kയുടെ വില എന്ത് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് അറിയാവുന്നതൊക്കെ നമുക്ക് സോൾവ് ചെയ്ത് എഴുതാം. √16 എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതിൻ്റെ സ്ക്വയർ ആണ് 16? 4ൻ്റെ സ്ക്വയർ അല്ലേ. 4 × 4 അല്ലേ 16. അപ്പോൾ √16 എന്ന് പറഞ്ഞാൽ 4 ആണ് എന്ന് പറഞ്ഞ് കിട്ടി. ഇനി 4ൻ്റെ സ്ക്വയർ എത്രയാണ്?
4 സ്ക്വയർ ഈക്വൽ ടു എത്രയാണ്? 4 ഇൻറ്റു 4 എത്രയാണ്? 16 ആണ്. അപ്പോൾ നമ്മളിതൊന്ന് സോൾവ് ചെയ്തിട്ട് എഴുതുവാണ്. റൂട്ട് 16 പകരം 4 എന്ന് കിട്ടി. 4 പ്ലസ് 4 സ്ക്വയറിന് പകരം എത്ര കിട്ടി? 16 എന്ന് പറഞ്ഞ് കിട്ടി. ഈക്വൽ ടു കെ ആണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 4 പ്ലസ് 16 എത്രയാണ്? 20 ആണ്. 20 ഈക്വൽ ടു കെ. അപ്പോൾ കെയുടെ വില എന്താണ്? 20 ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 12 കളികൾ കഴിഞ്ഞപ്പോൾ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ്റെ ശരാശരി റൺസ് 49 ആണ്. 13ാമത്തെ കളിയിൽ എത്ര റൺസ് എടുത്താലാണ് അയാളുടെ ശരാശരി 50 റൺസ് ആകുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്? ആവറേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ആവറേജ് കാണാനുള്ള ഇക്വേഷൻ അവിടെ എഴുതിയിടാം. ആവറേജ് ഈക്വൽ ടു സം ബൈ നമ്പർ, ശരാശരി ഈക്വൽ ടു തുക ബൈ എണ്ണം. എന്നിട്ട് ക്വസ്റ്റ്യനിൽ നിന്ന് ഇത് ഫില്ല് ചെയ്യാൻ ഭാഗത്തിന് എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കാം. ആദ്യത്തെ ലൈൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ആണല്ലോ 12 കളികളുടെ കാര്യമാണല്ലോ പറയുന്നത്. അപ്പോൾ നമ്പർ നമുക്ക് 12 എന്ന് പറഞ്ഞു കിട്ടും. അതിൻ്റെ ശരാശരി റൺസ് എത്രയാണ്? 49 ആണ്. അപ്പോൾ ശരാശരിയും കിട്ടിയിട്ടുണ്ട് 49 എന്ന്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ആവറേജും കിട്ടിയിട്ടുണ്ട്, നമ്പറും കിട്ടിയിട്ടുണ്ട്. ഇനി സം എങ്ങനെ കാണും നമ്മൾ? ആവറേജ് ഇൻറ്റു നമ്പറാണ് തുകയായിട്ട് വരുന്നത്. തുക കാണാൻ വേണ്ടിയിട്ട് ആവറേജ് ഇൻറ്റു നമ്പർ ചെയ്യണം. ഈക്വൽ ടുൻ്റെ ഇപ്പുറത്ത് കിടക്കുന്ന ബൈ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇൻറ്റു ആവുമെന്ന് ഓർക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ 588 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൻസർ കിട്ടും. തുക എത്ര കിട്ടും? 588 കിട്ടും. ഇനി അടുത്ത സെൻറ്റൻസ് വായിച്ചിട്ട് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ 50 റൺസ് തികയാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ 50 ആണ് ആവറേജ്. പിന്നെ നമ്പർ എത്രയാണ്? 13 ആണ്. ഇവിടെയും നമുക്ക് തുക കാണാമല്ലോ. 50 ഇൻറ്റു 13 ചെയ്യുമ്പോൾ നമുക്ക് തുക എത്ര കിട്ടും? 50 ഇൻറ്റു 13 ചെയ്യുമ്പോൾ നമുക്ക് 650 എന്ന് പറഞ്ഞിട്ട് തുക കിട്ടും. ഇനി എന്താണ് കാണേണ്ടത്? എത്ര റൺസ് ആകും എന്നല്ലേ ചോദിച്ചേക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. 13ാമത്തെ കളിയിൽ എത്ര റൺസ് കൂടുതൽ എടുത്താലാണ് അയാളുടെ ശരാശരി 50 റൺസ് ആകുന്നത് എന്നല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ രണ്ട് തുകകൾ തമ്മിൽ മൈനസ് ചെയ്തതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. 650-ൽ നിന്ന് 588 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 62 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. 18 ഇൻറ്റു 21 പ്ലസ് 21 ഇൻറ്റു 82 എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ബോർഡ് മാസ് പ്രകാരം ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇൻറ്റു ഉള്ള 2 ഭാഗങ്ങളായിട്ട് എടുക്കാൻ പറ്റൂലേ നമുക്ക്? ഈ 2 ഭാഗങ്ങൾ തമ്മിൽ കൂട്ടി കിട്ടുന്നതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ 18 ഇൻറ്റു 21 ആദ്യം ചെയ്യുന്നു. 1 8 8 1 1 8 2 16 ബാലൻസ് 1 1 2 2 1 3 378 എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ സെഗ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. 378 പ്ലസ് ഇനി 21 ഇൻറ്റു 82 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1 2 2 2 2 4 1 8 8 8 2 16 2 12ൻ്റെ ഇത് 17 എന്ന് പറഞ്ഞിട്ട് 17 22 എന്ന് പറഞ്ഞ് രണ്ടാമത്തെ സെക്ഷൻ ചെയ്യുമ്പോൾ കിട്ടും. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടുന്നതല്ലേ നമ്മുടെ ആൻസർ. അപ്പോൾ 8 2 10 7 2 9 1 10 പിന്നെ 7 3 10 1 11 പിന്നെ 2100 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ. 0.31 പ്ലസ് 0.21 ഇൻറ്റു 2 ആണ് ചെയ്യുമ്പോൾ എത്ര കിട്ടും എന്നാണ് ചോദ്യം. ഇങ്ങനെ കണ്ടാലും നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്? ബോർഡ് മാസ് മെത്തേഡ് ഉപയോഗിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ ബോർഡ് മാസ് പ്രകാരം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇൻറ്റു ആണ് ആദ്യം ചെയ്യേണ്ടത്, മൾട്ടിപ്ലിക്കേഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്, എന്നിട്ടാണ് നമ്മൾ അഡീഷനിലേക്ക് പോകേണ്ടത്. അപ്പോൾ 0.21 ഇൻറ്റു 2 ആദ്യം നമ്മൾ ചെയ്യുന്നു. 1 2 2 2 2 4 പോയിൻ്റ് അതേപോലെ തന്നെ എഴുതി, 0 അതേപോലെ തന്നെ ഇട്ടു. ഇനി എന്താണ് ചെയ്യേണ്ടത്? 0.31 പ്ലസ് 0.42 കൂട്ടാം. ഡയറക്റ്റ് അങ്ങ് കൂട്ടുമ്പോൾ എത്ര കിട്ടും? 1 2 3 കിട്ടും. 3 + 4 7 കിട്ടും. ആ 0.0 അതേപോലെ തന്നെ എഴുതി. 0.73 ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ്. നമുക്ക് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ 40 കുട്ടികൾ ഗണിതത്തിന് വിജയിച്ചു, 25 കുട്ടികൾ ഇംഗ്ലീഷിന് വിജയിച്ചു, 18 കുട്ടികൾ ഗണിതത്തിനും ഇംഗ്ലീഷിനും വിജയിച്ചു എങ്കിൽ
ഈ 2 വിഷയങ്ങളിലും തോറ്റത് എത്ര പേരെന്നാണ് ചോദ്യം. അപ്പോൾ 40 കുട്ടികൾ മാത്സിന് ജയിച്ചിട്ടുണ്ട്, 25 കുട്ടികൾ ഇംഗ്ലീഷിന് ജയിച്ചിട്ടുണ്ട്, 18 കുട്ടികൾ രണ്ടിനും ജയിച്ചിട്ടുണ്ട്. തോറ്റവരുടെ കണക്കാണ് നോക്കേണ്ടത്. ടോട്ടൽ എത്ര പേരുണ്ട്? 50 കുട്ടികളാണല്ലേ ഉള്ളത്. ഓക്കെ, ഞാനവിടെ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടു 50 കുട്ടികളാണ്. ഇനി നോക്കിയേ, ഞാനൊരു വട്ടം വരക്കുന്നു, ഒരു ഡയഗ്രാം പോലെയാണ്. അവിടെ എന്താണ്, ഗണിതത്തിന് വിജയിച്ചവരുടെ എണ്ണം അങ്ങ് എഴുതുന്നു. മാത്സിൻ്റെ ഷോർട്ട് ഫോം ആയിട്ട് എം എഴുതുന്നു. ഗണിതത്തിന് വിജയിച്ചവർ 40. വേറൊരു വട്ടം വരച്ചു. അവിടെ ഇംഗ്ലീഷിന് ജയിച്ചവർ എത്രയാണ്? 25 പേരാണ്. അവിടെ ഇംഗ്ലീഷിന് പകരം ഇ എന്നും എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇത്രയും ജസ്റ്റ് എഴുതാൻ വെക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി രണ്ടിനും ജയിച്ചവർ എങ്ങനെ വരക്കുന്നു? 2 വട്ടത്തിനും കൂടി ഇങ്ങനെ ഞാൻ ദേ വരക്കുന്നുണ്ട്. രണ്ടിനും ജയിച്ചവർ എത്ര പേരാണ്? 18 പേരാണ് എന്ന് കിട്ടുന്നു. ഇനി നോക്കിയേ, ഈ ഒരു ഡയഗ്രാം നമ്മൾ മാറ്റി എഴുതണം. കാരണം എന്താണ്, ഇതിൽ ഇരട്ടി വരുന്നുണ്ടല്ലേ ആൾക്കാർ. മീൻസ് മാത്സിന് മാത്രം ജയിച്ചവരെന്താണ്, രണ്ടിനും ജയിച്ചവരുടെ കൂട്ടത്തിൽ എണ്ണുന്നുണ്ട് നമ്മളവരെ. പിന്നെ ഇംഗ്ലീഷിന് മാത്രം ജയിച്ചവരെ രണ്ടിലും ജയിച്ചവരുടെ കൂട്ടത്തിൽ എണ്ണുന്നുണ്ട്. അപ്പം നോക്കി, മാത്സിന് ജയിച്ചവർ എത്ര പേരാണെന്ന് മാത്സിന് മാത്രം ജയിച്ചവരെ കാണാൻ 40 - 18 ചെയ്യുന്നു. അപ്പം നമുക്ക് എത്ര കിട്ടും ആൻസർ? 22 എന്ന് പറഞ്ഞിട്ട് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നു. ഓക്കെ, നമുക്ക് കിട്ടി. ഇനി ഇംഗ്ലീഷിന് മാത്രം ജയിച്ചവരുടെ കണക്ക് എങ്ങനെയാണ്? ഇംഗ്ലീഷിന് മാത്രം ജയിച്ചവരെ 25 - 18 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 7 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇനി എല്ലാത്തിനും ജയിച്ചവർ എത്രയാണ്? എല്ലാത്തിനും ജയിച്ചവർ 18 അല്ലേ. ഓക്കെ, അപ്പം മാത്സിന് മാത്രം ജയിച്ചവർ കിട്ടി, ഇംഗ്ലീഷിന് മാത്രം ജയിച്ചവർ കിട്ടി, എല്ലാത്തിനും ജയിച്ചവരും കിട്ടി. ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ജയിച്ചവരുടെ കണക്കല്ലേ കിട്ടുന്നത്. എല്ലാം കൂടെ പ്ലസ് ചെയ്യുമ്പോൾ എന്താണ്? ജയിച്ചവരുടെ കണക്ക് കിട്ടും. ഈ 18 പേര് രണ്ടിനും ജയിച്ചവരല്ലേ. അപ്പോൾ അതിന് നമ്മൾ മൈനസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇരട്ടി ആൾക്കാർ വരില്ല. അപ്പോൾ 22 + 7 + 18 ചെയ്യുമ്പോൾ നമുക്ക് 47 എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടും. ആൻസറാണോ അത്? അല്ല, 47 പേര് എല്ലാത്തിനും ജയിച്ചിട്ടുണ്ട്. അപ്പോൾ തോറ്റത് എത്ര പേരാണ്? ടോട്ടലിൽ നിന്ന് ആ 47 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 3 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്. താങ്ക് യു.